അല്ല, ഈ ഇറാൻ്റെ കാര്യം പറയുമ്പോൾ കുറച്ച് നാളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന UAE-ക്കെതിരെ ആക്രമണം, ഖത്തറിനെതിരെ ആക്രമണം, സൗദിക്കെതിരെ ആക്രമണം, ബഹറിനെതിരെ ആക്രമണം, ഒമാൻ, എല്ലാ GCC-യിലുള്ള മിക്ക രാജ്യങ്ങൾക്കെതിരെയും ആക്രമണമാണ്. ഈ രാജ്യങ്ങളെല്ലാം ഒരു കാലത്ത് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അന്നം തരുന്ന രാജ്യങ്ങൾ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അന്നം തരുന്ന രാജ്യങ്ങൾക്കെതിരെ ഇറാൻ അറ്റാക്ക് ചെയ്യുമ്പോഴും ഇറാൻ്റെ സൈഡാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പല വിഭാഗങ്ങളും. അതങ്ങനെയാണ്. അവർ നോക്കുന്നത് മോദി ഏത് സൈഡിലാണെന്നാണ്. അതിനെതിരായിട്ട് നിൽക്കുക. മോദി അന്നം തരുന്ന രാജ്യങ്ങളുടെ കൂടെയാണെങ്കിൽ അത് എതിർക്കും. പാട്ടിന് കിടന്നാലും ശരി മോദിയെ എതിർക്കും. ഇത്രയേ ഉള്ളൂ. മോദി ഇപ്പം 4 ദിവസം തുടർച്ചയായിട്ട് ഇറാനെ അനുകൂലിച്ചു എന്ന് വെച്ചോ, മെല്ലെ ഈ ലോജിക്ക് അങ്ങോട്ട് മാറും. അന്നം തരുന്ന രാജ്യം എന്ന് പറഞ്ഞുകൊണ്ട് തിരിയും. അത്രയേ ഉള്ളൂ. അവരുടെ അജണ്ട അത്രയേ ഉള്ളൂ. ഈ യുദ്ധത്തിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടായിരിക്കും? ഇത് നിൽക്കുമോ? ഉടനെ കാണും? എങ്ങനെയായിരിക്കും? നിർത്താതെ പറ്റില്ല, എവിടെയെങ്കിലും അവസാനിക്കണ്ടേ. അല്ലാതെ ലോകം മുഴുവൻ ഇങ്ങനെ വിറപ്പിച്ച് ഇവർക്ക് നിർത്താൻ പറ്റുമോ? അതൊന്നുമില്ല. ഒരുപക്ഷെ ഈ മകൻ മുസ്തഫ ഖമനൈ, അയാളെ കൂടെ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നേതാവ് ആരാണെന്ന് തീരുമാനിക്കുക, എന്നിട്ട് വേണം ഞങ്ങൾക്ക് കൊല്ലാൻ. അപ്പോൾ അവർ തീരുമാനിച്ചു, മിക്കവാറും 2-3 ദിവസത്തിനകം ഇവർ കൊല്ലുകയും ചെയ്യും. അതോടെയെങ്കിലും തീരുമെന്ന് വിചാരിക്കാം. ഒന്നാമത് യുദ്ധം തീരാനേ ഇറാനും അമേരിക്കയും വിചാരിച്ചാൽ പോരാ, ഇസ്രായേലും കൂടെ വിചാരിക്കണം. അയാളാണ് ഇതിനകത്തെ മെയിൻ പ്ലെയർ. അയാളാണ്. പറയുമ്പോൾ എല്ലാവരും ട്രംപ്, ഖമനൈ എന്നൊക്കെ പറയും. ഇതിനകത്ത് റിയൽ ഡിറ്റർമിനിങ് ഫാക്ടർ എന്ന് പറയുന്നത് നെതന്യാഹുവാണ്. നെതന്യാഹു വിചാരിച്ചാൽ നിമിഷങ്ങൾക്കകം ഇത് നിൽക്കും.